അച്ഛന്മാരെ 416 രൂപ എത്രയാണ്? 416 രൂപയാണ് ഞാൻ ലൈവായിട്ട് തന്നെ വിഡ്രോ അടിച്ച് കാണിച്ചു തരുന്നത്. അതായത് സിമ്പിളായിട്ട് തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് ആ ഒരു ഏൺ ചെയ്ത ക്യാഷ് നേരെ വിഡ്രോ അടിച്ച് കാണിച്ചു തരും. എങ്ങോട്ടാണ് വിഡ്രോ അടിക്കുന്നതെന്ന് അറിയാമോ? നേരെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ലൈവായിട്ട് തന്നെ ബാങ്കിലേക്ക് ക്യാഷ് വരുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ്. സോ അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ്. അത് 2K സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാൾ അടിപൊളി വേറെ ലെവൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷുകളൊക്കെ ഏൺ ചെയ്തെടുക്കാനും പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതായാലും ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതിന് കുറേ ഏണിംഗ് ഓപ്ഷൻസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് 2-3 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാം. സോ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കിയാലോ. ലെറ്റ്സ് ഗോ. മച്ചന്മാരെ, നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങളിത് ഇതുപോലൊരു പേജിലേക്കായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, എനിക്ക് 416 രൂപയാണ് എൻ്റെ അക്കൗണ്ടിലുള്ളത്. അത് ഞാൻ സമ്പാദിച്ച ക്യാഷാണ്. അതെങ്ങനെയാണ് സമ്പാദിക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 100 പോയിൻറ്റ്, വെറും ഒരു 100 പോയിൻറ്റ് ഏൺ ചെയ്താൽ അത് 80 രൂപയാണ് 100 പോയിൻ്റ് എന്ന് പറയുന്ന നേരത്ത്. അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്പാണ് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കുറേ ഏണിംഗ് ഓപ്ഷൻസ് ഉണ്ട്, കുറേ ഓഫർ വാൾസ് ഒക്കെയാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ റെഫർ ആൻഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷുകളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പം മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 രൂപയാണ്. അത് അത്രത്തോളം നല്ലൊരു ആപ്ലിക്കേഷനാണിത്. മനസ്സിലായില്ലേ? വേറെ എല്ലാ ആപ്പാണെന്ന് പറയാൻ നേരം 100 കോയിനും 1 രൂപ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഡെയിലി ചെക്കിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ ഡെയിലി ചെക്കിൻ ചെയ്യാൻ പറ്റിയില്ല, കാര്യം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ എനിക്ക് ഡെയിലി ചെക്കിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, നിങ്ങൾക്കത് ചെക്കിൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാഷൊക്കെ എങ്ങനെയാണ് ഏൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ഓഫർ വാളിൽ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ബോക്സിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യത്തെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. സോ ആദ്യത്തെ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇതാ കണ്ടില്ലേ, കുറച്ചധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. ആദ്യത്തെ കണ്ടില്ലേ, 98 കോയിൻ, അതായത് ഒരു 2 കോയിനും കൂടി ആയിക്കഴിഞ്ഞാൽ 100 കോയിനായി. എത്ര? 80 രൂപ. 80 രൂപയുടെ മുതലാണ് ആ ഒരൊറ്റ ആപ്പ്. ഓക്കെ, അതുപോലെ തന്നെ 55 രൂപ, 104 രൂപയുടെയൊക്കെ. അപ്പോൾ ഈ 104 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗെയിമാണ്. നമ്മൾ ആ ഒരു ഗെയിം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ 25 ലെവലെത്തുമ്പോൾ 2 കോയിൻ, 50 ലെവലെത്തുമ്പോൾ 6 കോയിൻ, അങ്ങനെ 400 ലെവലൊക്കെ എത്തുമ്പോഴാണ് കിട്ടുന്നത്. അതിന് 30 ദിവസം സമയമുള്ളൂ. ഒരു മാസം കൊണ്ട് നിങ്ങൾ എത്തിച്ചാൽ മതി. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ കളിച്ചാൽ മതി. അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും നിങ്ങളുടെ അനിയനോ അനിയത്തി അങ്ങനെയൊക്കെ ആരെങ്കിലും അവർക്ക് കളിക്കാനൊക്കെ താല്പര്യമായിരിക്കുമല്ലോ, ഗെയിമൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് നേരെ കൊടുത്ത് വയ്ക്കാം, അവരിങ്ങനെ കളിച്ചോട്ടെ. മനസ്സിലായില്ലേ? ഇപ്പോൾ വീട്ടിൽ ഓക്കെ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഗെയിം കളിച്ച് ബോറടിക്കത്തില്ല. അത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കാം. ഓക്കെ, ഓരോ ആപ്പിനും ഓരോ ടാസ്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇത്ര ലെവലെത്തണം എന്നുള്ള ടാസ്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വേറൊരു ആപ്പിനകത്ത് വേറെ ആയിരിക്കും ടാസ്ക്. മനസ്സിലായില്ലേ? സോ നിങ്ങൾ അതനുസരിച്ച് നോക്കുക. നിങ്ങൾക്ക് കുറേ ഓഫർ വാൾസും കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി അതുപോലെ തന്നെ അടുത്ത ഓഫർ വാളുണ്ട്. നമ്മളിപ്പോൾ ഇതാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഓഫർ വാളുണ്ട്. ആ ഒരു ഓഫർ വാൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ വേറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. മനസ്സിലായില്ലേ? സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ കാര്യം എന്ന് പറയുന്ന നേരത്ത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരെണ്ണം എടുത്ത് കാണിക്കുന്നത്, വേറൊരു ഓഫർ വാൾ എടുക്കാം. ഇത് ഏതെടുക്കണം? i8 ഓഫർ വാൾ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സർവേയുടെയാണ് കേട്ടോ. ഇതൊക്കെ സർവേയുടെയാണ്. മറ്റേ ഓഫർ വാൾ, ഇപ്പോൾ ഒരു ഓഫർ വാൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഓഫർ വാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് വേറെ രീതിയിൽ ഇതിനകത്ത് ഈസി, മീഡിയം, ഈസി, ഹാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് മീഡിയം എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു മീഡിയം ലെവലായിരിക്കും. ഈസി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിരിക്കും, പക്ഷേ കോയിൻസ് കുറവായിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ഇപ്പോൾ ഹാർഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോയിൻസ് കൂടുതലായിരിക്കും. അത് നമുക്ക് ഇത്ര ലെവലൊക്കെ എത്തണമെന്ന് പറയുമ്പോൾ ഭയങ്കര പാടായിരിക്കും. മനസ്സിലായി? അത് മീൻസ് കുറച്ച് ടൈം എടുക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സർവേസിൻ്റെ ഒക്കെ ഉണ്ട്. നമുക്ക് ഓരോ സർവേസും കാരണം കംപ്ലീറ്റ് ആയിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. ഓക്കെ, അതെ, 18 കോയിൻ, 24 കോയിൻ, 8 കോയിൻ, 26 കോയിൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സർവേ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടും ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മെയിനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ളത് ഇതൊക്കെ തന്നെയാണ്. കുറേ അധികം ഓഫർ വാൾസും കുറേ അധികം സർവേ വാൾസും ഉണ്ട്. ഈ ഓരോ ഓഫർ വാളും ഓരോ സർവേ വാളും യൂസ് ചെയ്ത് അതിനകത്ത് ഓഫേഴ്സും സർവീസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. 343, 237 നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ ജസ്റ്റ് രജിസ്റ്റർ ഇൻസ്റ്റാൾ മാത്രമൊക്കെ കാണാം. ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അങ്ങനെയുള്ളതൊക്കെയാണ് ഈസി ടാസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഇച്ചിരി അധികം
നിങ്ങൾക്ക് ടഫായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം കാണിച്ചു തരാം. ഒരു ഓഫറുകൾ ക്ലിക്ക് ചെയ്ത് ഒരു ഓഫർ എടുക്കാം. ഇത് ജസ്റ്റ് ഒരു 5 പോയിൻറ്റിൻ്റെ 5 പോയിൻറ്റ് 18 പോയിൻറ്റ്. ഇപ്പോൾ 5 പോയിൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ സെയിം ലൊക്കേഷനിൽ നിന്ന് തന്നെ ആയിരിക്കണം കംപ്ലീറ്റ് ആക്കുന്നത്. കഴിവതും ട്രാവൽ ചെയ്യാൻ നേരത്തൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ VPNും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഇത് മസ്റ്റായിട്ട് ഇതിനു മുമ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടായിരിക്കരുത്. ആദ്യമായിട്ടായിരിക്കണം ഇൻസ്റ്റാൾ ആക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നേരെ പ്രൊസീഡ് ടു ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് നേരെ റീഡയറക്റ്റ് ചെയ്ത് പ്ലേ സ്റ്റോറിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ തന്നെ ഓപ്പൺ ചെയ്യണം, അല്ല ബാക്ക് അടിച്ച് വരരുത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനകത്ത് കുറച്ച് നേരം വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് അവർ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കി നിന്ന് കഴിഞ്ഞാൽ കോയിൻസ് കിട്ടത്തില്ല. ഓക്കെ, അതിലവർ പറഞ്ഞ പോലെ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അവിടെ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ആക്കി. അവരെന്താ പറഞ്ഞത്, ആ ഒരു ഇത് നോക്കാനായിരുന്നു, ഹൊറോസ്കോപ്പ് നോക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ അവിടുത്തെ ഒരു ഹൊറോസ്കോപ്പൊക്കെ നോക്കുക. അവർ പറയുന്ന കാര്യം എന്താണത് പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. സോ ഞാനിവിടെ ചെയ്തു. ഇനി അതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ. അത് കുറച്ച് നേരം നോക്കും, 1-2 ദിവസമൊക്കെ എടുക്കും. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പോയിൻറ്റ്സ് അവിടെ കിട്ടുന്നതായിരിക്കും. ഇതിന് മുമ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 7 പോയിൻറ്റ്സ് അങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്താണ് ഈ ഒരു ഓഫർ വാളിൽ നിന്ന്. അങ്ങനെ കുറേ ഓഫർ വാൾസ് ഉണ്ടല്ലോ, ഇഷ്ടമുള്ള ഓഫർ വാൾസ് കയറി സെലക്ട് ചെയ്ത് വർക്ക് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്യേണ്ടത്. സോ ഇതിനി കുറച്ച് കഴിയാൻ നേരത്തെ അത് മാറിക്കോളും. ക്ലിക്ക്ഡ് റീസെൻ്റ്ലി അത് മാറി സക്സസ് ആവുന്നതായിരിക്കും നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആവാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? സോ അതുപോലെ തന്നെ അടുത്ത ഓഫറൊന്നും കാണാൻ പറ്റും, 5 പോയിൻറ്റ്സ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് അതുപോലെ കംപ്ലീറ്റ് ആക്കാം. അത് അവർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അവിടെ ട്രാക്ക് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തത്. എൻ്റെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്യാഷ് കിട്ടും. കഴിവതും മൊബൈൽ ഡേറ്റയിൽ തന്നെ ചെയ്യുക കേട്ടോ. വൈഫൈ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വൈഫൈ ഉപയോഗിച്ച് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് കുറയും കേട്ടോ. മൊബൈൽ ഡേറ്റയിൽ തന്നെ യൂസ് ചെയ്യുക. അതിനിവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മൾ ഒരാളെ റെഫർ ചെയ്യുവാണെങ്കിൽ 5 രൂപ 60 പൈസ കിട്ടും. അത് 5.5 രൂപയിൽ കൂടുതൽ നമുക്ക് ഒരാളെ റെഫർ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. ഇത് കണക്കാണ് സംഭവം. ഇത് കണക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഏൺ ചെയ്ത് വിട്രോടിച്ചെടുക്കാനായിട്ട് പറ്റും. പേയ്മെൻറ്റൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയുടെ ലിങ്കും കൂടി അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളുടെ റെഫർ ലിങ്ക് അയച്ചു കൊടുക്കുക, അതിൽ കൂടി കയറാനും പറയാം. അപ്പോൾ നിങ്ങൾക്ക് 5 രൂപ 60 പൈസ വെച്ച് കിട്ടുന്നതായിരിക്കും ഒരാൾ റെഫർ ചെയ്യാൻ നേരത്ത്, ഒരാൾ കയറാൻ നേരത്ത്. ഓക്കെ, അവരൊരു ഓഫർ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കാനാണ് നമുക്ക് റെഫർ പോയിൻ്റ് ആഡാവുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് സംഭവം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ അധികം ഓഫേഴ്സും കുറേ സർവീസും എല്ലാം ഉണ്ട്. ആൻഡ് ഡെയിലി ചെക്കിന് റെഫർ ചെയ്യാനാണ്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. മാക്സിമം റെഫർ ചെയ്യാനായിട്ട് നോക്കുക, അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാൻ നേരത്ത്. ഓക്കെ, ഒരു 5-10 പേരെയൊക്കെ റെഫർ ചെയ്യണ സുഖത്തെ കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ വിഡ്രോ അടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപാളിലേക്ക്, പേടിഎമ്മിലേക്ക്, അതുപോലെ ഗൂഗിൾ പേയിലേക്ക് എടുക്കാം. പക്ഷേ പേടിഎം വാലറ്റ് ഇപ്പോൾ ഓവറായത് കാരണം പേടിഎമ്മിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിന് വരെ നമുക്ക് ഗൂഗിൾ പേ എടുക്കാം. അപ്പോൾ ഈ ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ ചിലവർക്കൊരു ഡൗട്ട് വരും, ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ പേടിഎമ്മിൻ്റെ UPI ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള UPI എടുക്കുക, അല്ലാതെ ഗൂഗിൾ പേയിലേക്ക് തന്നെ വരുമെന്നല്ല. ഫോൺ പേയിലേക്കെങ്കിൽ ഫോൺ പേയിലേക്ക് എടുക്കാം, പേടിഎമ്മിലേക്ക് പേടിഎമ്മിൽ എടുക്കാം. ഞാൻ എൻ്റെ പേടിഎം UPI ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എമൗണ്ട് അടിക്കുകയാണ്. അപ്പോൾ ആ ഫുൾ എമൗണ്ട്, അത് 0.94 എന്നൊക്കെ കാര്യങ്ങളൊക്കെ വിഡ്രോ അടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിഡ്രോയിൽ നടക്കത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ വിഡ്രോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറർന്ന് കാണിക്കും. ഇനിയിപ്പോൾ അതായിരിക്കും എല്ലാവരും പറയുന്നത്, ഇറർ കാണിക്കുക ഉടായിപ്പാന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ ആക്കുന്നതുകൊണ്ടാണ് നമ്മൾ അല്ലാതെ കറക്റ്റ് 416 തന്നെ അടിച്ചു കൊടുത്ത് വിഡ്രോ അടിച്ചപ്പോഴേക്കും പേയ്മെൻറ്റ് റിക്വസ്റ്റഡ് എന്നായി. ഇനി 2-3 ബിസിനസ് ഡേയ്സിനുള്ളിലാണ് ഈ പേയ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ. അത് മെയിനായിട്ടൊരു കാര്യമാണ്. ചിലപ്പോൾ അന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ഡേയ്സ് ആണ്. ഇപ്പോൾ ശനി ഞായറൊന്നും ബിസിനസ് ഡേയ്സ് ആയിട്ട് കൂട്ടാനൊക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച വിട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ അത് കിട്ടുന്നത് തിങ്കൾ ചൊവ്വ ബുധനാഴ്ചയൊക്കെ ആയിരിക്കും കിട്ടുക. ബുധനും വ്യാഴമൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് വിട്ടുപിടിച്ചിട്ടുള്ള എല്ലാ പേയ്മെൻറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം വിട്ടുപിടിച്ചിരിക്കുന്ന 416 ആണ്. അതും എനിക്ക് കിട്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും, മെയ് 10 വിട്ടുപിടിച്ചാൽ എനിക്ക് മെയ് 10 തന്നെ കിട്ടി. ഉച്ചയ്ക്കാണ് വിട്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ രാത്രിയാണ് പേയ്മെൻറ്റ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് 2-3 ദിവസമൊന്നും എടുത്തില്ല. ഓക്കെ, അതൊരു മാക്സിമം പറയുന്നതാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും.
അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ. വിഡ്രോ അടിച്ചാൽ ഉറപ്പായിട്ട് പേയ്മെൻറ്റ് കിട്ടും. വർഷങ്ങളായിട്ട് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തെ വർക്ക് ചെയ്യാനും ക്യാഷ് ഏൺ ചെയ്തെടുക്കാനും പറ്റും. ഇവിടെ കാണാനായിട്ട് വരും, ഞാൻ വിഡ്രോ അടിച്ചതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് കാണാം. 416 റിസീവ് ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.